ഹലോ, ഞാനിപ്പോൾ എൻ്റെ സലൂണിലാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോള് ആണ് കേട്ടോ, രമിതയുടെ മോളാണ് കുഞ്ഞി. അവരുടെ പേര് നവമി എന്നാണ് കേട്ടോ. അപ്പോൾ നവമിക്കുട്ടിയാണ് നമുക്കിന്ന് ഹെയർ കട്ട് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞിയുടെ മുടി ഹെയർ വാഷ് ചെയ്ത് ഷാമ്പു വാഷ് ചെയ്തിട്ടോ, എന്നിട്ട് ഇതേ കട്ട് ചെയ്തു, ലെയർ കട്ട് ചെയ്തു. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഈ മുടി ഭംഗി വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യും. ഹെയർ സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല മുടി നല്ല ഭംഗിയിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ സെക്ഷനായിട്ടാണ് എടുത്തത് കേട്ടോ, ഒരുമിച്ച് എടുത്തില്ല. കാരണം എനിക്കിങ്ങനെ ആരും വീഡിയോ എടുത്തു തരാനില്ല. പിന്നെ ഞാൻ ട്രൈപോഡൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ കയ്യിൽ പിടിച്ചാണ് എടുത്തത്. അപ്പോൾ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് എടുക്കാൻ പറ്റും. പക്ഷെ പിന്നെ വേറെ ആരും ഉണ്ടായില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ കുഞ്ഞി എൻ്റെ അടുത്ത് തന്നെയാണ് ഇതിന് മുന്നേയും ഹെയർ കട്ട് ചെയ്യാൻ വന്നത്. അന്നും ഹെയർ കട്ട് തന്നെയാണ് ചെയ്തത്. കുഞ്ഞിൻ്റെ മുടിക്ക് തിക്നെസ് വളരെ കുറവാണ്. അപ്പോൾ ലെങ്ത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ലെങ്ത്ത് കുറച്ചത്. അവൾ പറഞ്ഞു കുറച്ച് ലെങ്ത്ത് കുറച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഉള്ളിൽ കുറഞ്ഞ മുടിയാണെങ്കിൽ നമുക്ക് ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ തിക്നെസ് തോന്നും കേട്ടോ. അപ്പോൾ ഇതൊരു എന്താ പറയുക, ആറ് മാസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു വെട്ടിയിട്ട്. അപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് തന്നെ ലെയർ കട്ട് വെട്ടാൻ വന്നതാണ് കേട്ടോ. നമുക്ക് കൂടുതലും സലൂണിൽ ലെയർ കട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാം വീഡിയോ എടുക്കാറുണ്ട്, പക്ഷേ എപ്പോഴും നമ്മൾ ഇത് തന്നെ ഇടുമ്പോൾ ബോറടിക്കില്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഇടാത്തതാണ്, വീഡിയോസൊന്നും ഇടാത്തതാണ്. അപ്പോൾ എന്താ പറയുക, ഓരോ മുടിയും വെട്ടുമ്പോഴും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ, വേറെ ഭംഗിയാണ്. അപ്പോൾ എൻ്റെ ലെയർ കട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.